ഹലോ ശമര, എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സാർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏർമാടത്തിന് കുറച്ച് വർക്കൊക്കെയാണ്. അപ്പോൾ മൊത്തം ഓരയാണ് നമ്മൾ മുകളിലിട്ടേക്കുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ വീടുകളിലെല്ലാം ഇത് കൂട്ട് ഓലയാണ് വീടിന് മുകളിൽ മെടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ഈ മാടത്തിൻ്റെ മുകളിൽ മൊത്തം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓല മെടയുന്നൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള ഓലയൊക്കെ വെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത് മൊത്തം നമ്മളൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കണം. നമ്മളൊരു കേരവളി നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ കെട്ടിയെടുക്കുന്നത്. ഓല മൊത്തം നമ്മൾ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മൊത്തം നമുക്കൊന്ന് വെള്ളത്തിലോട്ട് ഇറക്കിയിടാൻ പോവാണ്. കെട്ടി വെച്ചിട്ട് ഓല മൊത്തം നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കെട്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ പോകാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉണക്കിയ ഓല എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് എല്ലാ ഓല മൊത്തത്തിൽ നിന്ന് കുതിർന്ന് വരും. അതിനുശേഷം നമുക്കിത് മെടയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിത് മൊത്തത്തിൽ വെള്ളത്തിലെടുത്തിരുന്നത്. വലിയ കല്ലെടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഓല പൊങ്ങി കിടക്കാണ്ട് താന്ന് കിടക്കാണ്ട് തന്നെ നമ്മളിങ്ങനെ കല്ലെടുത്ത് വെക്കുന്നത്. ഇതിന് ശേഷം 2-3 ദിവസം ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കണം. എന്നാൽ മാത്രമേ മൊത്തത്തിൽ കുതിർന്ന് കിട്ടുള്ളൂ. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഓല എടുക്കാൻ വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലത് കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. മൊത്തം ചെളിയായിട്ടുണ്ട്. അത് ഒന്നുകൂടെ കഴുകിയെടുക്കാൻ പോവാണ്. ഒരു ഓലൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു വൃത്തിയുള്ള സൈഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ നടുവേ എന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മളൊരു മടലെടുത്തിട്ട് മടൽ രണ്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ, അതിൻ്റെ ബാക്കി സൈഡ് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം ഇതിൻ്റെ തലഭാഗം വരുന്നതിൻ്റെ ഇവിടെയും കട്ട് ചെയ്തു. അതേപോലെ ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇതിനാണ് നമ്മളിനി ഓല മെടഞ്ഞെടുക്കുന്നത്. ഓല മെടയാൻ പോവാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തലഭാഗം വരുന്നതിൻ്റെ അവിടുന്ന് 3ാമത്തെ ഓലയാണ് നമ്മൾ ആദ്യം ഒടിക്കുന്നത്. ഒടിച്ച് ഇങ്ങോട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഓലേനെ മുകളിൽ കൂടെ എടുത്തിട്ട് ലാസ്റ്റത്തെ ഓലേൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അതേപോലെ പിന്നെ അടുത്ത് വരുന്ന സമയത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് 2ാമത്തെ ഓല മടക്കിയിട്ടാണ് അതേപോലെ സെയിം ആയിട്ട് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ കൂടെ എടുക്കുക, ഒന്നിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണ് ഓല മെടഞ്ഞോടെ നമ്മൾ പോകുന്നത്. ഇങ്ങനെ മെടഞ്ഞുടഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ കാലിങ്ങനെ ചവിട്ടി വേണം പോകാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓല ഇങ്ങനെ തെന്നി പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാല് വെച്ച് ലോക്കാക്കിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മെടഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ ഇങ്ങനെ മെടഞ്ഞുടഞ്ഞ് പോവുക. അതിനുശേഷം ലാസ്റ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വലിഞ്ഞ് വെച്ചിട്ട് ചവിട്ടി ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പുറത്തോട്ട് ഇത് തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്തെ വീടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓലപ്പര അല്ലെങ്കിൽ കച്ചിപ്പര അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നമ്മളിതിങ്ങനെ മെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഓലപ്പര നമ്മൾ കാണാനില്ല. അതുകൊണ്ട് നമ്മുടെ മാടത്തിലൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഓല മൊത്തം മെടഞ്ഞ് മുകളിലിടുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മെടഞ്ഞിട്ട് ഈ അറ്റത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് ഇങ്ങോട്ട് ഓരോ ഓല ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് മൊത്തം നമ്മളൊന്ന് ലോക്കാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാൻ പോവാണ്. ലാസ്റ്റത്തെ ഇങ്ങോട്ട് പോയിക്കുന്ന ഓല എടുക്കുകയാണ്. അത് അതേപോലെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് തൊട്ടടുത്ത് 2ാമത്തെ ഓലേൻ്റെ അടിയിൽ കൂടെ എടുക്കുക. അതേപോലെ സെയിം ആയിട്ട് മുകളിൽ എടുത്തിട്ട് ഇങ്ങനെ അത് നമ്മളിങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ അറ്റം വരെ പോകണം. ആദ്യം വരെ നമ്മളിങ്ങനെ മെടഞ്ഞ് അതേപോലെ തന്നെ ഇതിവിടെ നിന്ന് ഒടിച്ചിട്ട് ഇങ്ങനെ മെടഞ്ഞുകൊണ്ടിരിക്കും. മൊത്തത്തിലിങ്ങനെ മെടഞ്ഞ് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് നമ്മൾ ഇങ്ങോട്ടിങ്ങനെ മടക്കി ഒടിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഇങ്ങനെ കയറ്റി നമ്മളിങ്ങനെ ലോക്കാക്കുകയാണ്. ഇതിനുള്ളിൽ വരുന്ന ഓലേൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ ലോക്കാക്കുന്നു. അതേപോലെ എടുക്കുക, ഇങ്ങനെ ലോക്കാക്കുക. ആ സൈഡ് ഒരു സൈഡ് നമ്മൾ മൊത്തത്തിൽ മടക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ സൈഡ് അതേപോലെ തന്നെ മൊത്തത്തിൽ ഇവിടുന്ന് ഇങ്ങനെ ലോക്കാകാണ്ട് ഇങ്ങനെ മടക്കി എടുക്കുകയാണ്. ഓല മൊത്തത്തിൽ നമ്മൾ മെടഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തു, ലോക്കൊക്കെ ഇട്ട് മൊത്തത്തിൽ ഒരു ഓല നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാടത്തിൻ്റെ മുകളിൽ ഇടാൻ പോവാണ്. ഓലയൊക്കെ നമ്മളിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ താഴ്വാക്ക നമ്മൾ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുകളിൽ ഷീറ്റും നമ്മൾ കെട്ടി മൊത്തം നമ്മൾ കെട്ടി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏർമാടം നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്ലാവിൻ്റെ അകത്തും 2 കവുങ്ങിലുമാണ്. ഈ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലോട്ട് ഊർന്നിറങ്ങാതിരിക്കാൻ നമ്മൾ റബ്ബർ ഷീറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ ഒരു തൊപ്പി വെക്കലുണ്ട്. നമ്മൾ മഴക്കാലത്തൊക്കെ റബ്ബർ വെട്ടുമ്പോൾ അതുകൂട്ടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി സെല്ലോ ടൈപ്പൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഓല അടിയിലൊക്കെ ഇട്ടിട്ട് ഷീറ്റിലിട്ട് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ മൊത്തം ഇങ്ങനെ ഓല പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽക്കൂടി ചെറിയ ഓല ഇങ്ങനെ നിറഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് തൽക്കാലം അതിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് മൊത്തത്തിൽ. ആ പോയ ഭാഗം മാത്രം നമ്മളങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സൈഡിൽ പോയിട്ടുണ്ടായിരുന്ന ഓല മൊത്തം നമ്മൾ റെഡിയാക്കി ഇങ്ങനെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓല മടയുന്നതിൻ്റെ മൊത്തം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏർമാടത്തിൻ്റെ മുകളിൽ മൊത്തം നമ്മൾ ഓലയൊക്കെ ഇട്ട് ഷീറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. മാടത്തിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ബാക്കി തൊട്ടടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.